ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സൽക്കർമ്മമാണ് നാം മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏഴാമത്തെ സൽക്കർമ്മം എന്താണെന്നറിയുമോ? കേട്ടോളിൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മുഅ്മിനീങ്ങളെ മറന്നു പോകലേ, അറിയണേ, ഇത് മാനവികതയുടെ സന്ദേശമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യനുണ്ടല്ലോ മരണപ്പെട്ടു കഴിഞ്ഞാലും അവന്റെ ഖബറിലേക്ക് പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏഴാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഔ ബൈതൻ ഇബ്നു സബീലി ബനാഹു, ഒരു വഴിയാത്രക്കാർക്ക് വേണ്ടി ഒരു ഭവനം നീ നിർമ്മിച്ചു കൊടുക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു വഴിയാത്രക്കാർക്ക് വേണ്ടി, ഒരു വഴിയാത്രകന് വേണ്ടി, നീ വഴിയാത്രക്കാർക്ക് വേണ്ടി നീ എന്താണ് ഭവനം നിർമ്മിച്ചു കൊടുക്കലാണ്. അത് നിന്റെ മരണശേഷവും നിനക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാൻ, അവർക്ക് പ്രാർത്ഥിക്കാൻ ഒക്കെ ഒരു ഭവനം നീ നിന്റെ സമ്പാദ്യം കൊണ്ട് പണിതു കൊടുത്താൽ അത് നിന്റെ മരണശേഷവും ആ ഭവനം ആരൊക്കെ അതിന് പ്രയോജനപ്പെടുത്തുന്നുവോ അതിന്റെയൊക്കെ പ്രതിഫലം നിന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമാണെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, അതിലുപരി അത് ജാരിയായ ഒരു സ്വതക്കയും കൂടിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. യാത്രക്കാർക്ക് വലിയ മഹത്വം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അത് ഹലാലായ യാത്രയാകണമെന്ന് മാത്രം. യാത്രകൾ പലതരമുണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല യാത്രകളുമുണ്ട്, മോശപ്പെട്ട യാത്രകളുമുണ്ട്. ഇവിടെ ഹലാലായ നല്ല യാത്രകൾക്കാണ് ദീൻ മഹത്വം കൽപ്പിക്കുന്നത്. എങ്ങനെ നാം മനസ്സിലാക്കണം? മോശമായ യാത്രയാണ് ഒരാൾ വ്യഭിചരിക്കാൻ പോകുന്നു, പാവങ്ങളിലേക്കുള്ള യാത്ര. ഒരാൾ വ്യഭിചരിക്കാൻ പോകുന്നു, അതൊരു യാത്ര ചെയ്താലല്ലേ വ്യഭിചരിക്കാനായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ഒരു കൊലപാതകം നടത്തുന്ന ആളുടെ അടുക്കലേക്ക് പോകണമെങ്കിലും യാത്ര ചെയ്യണം. ഇതൊക്കെ മോശപ്പെട്ട യാത്രയാണ്. ഇതുപോലുള്ള യാത്രകൾ ഹലാലായ യാത്രകളല്ല. ഇതുപോലുള്ള യാത്രക്കാർക്ക് ഒരു പ്രാധാന്യവുമില്ല. എന്നാൽ ഇവിടെ ഹലാലായ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്താകുന്നതിന് വേണ്ടിയൊക്കെ നീ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്താൽ അത് ജാരിയായ സ്വതക്കയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ ഇവിടെ എന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, എന്താണ് ഹലാലായ യാത്രകള് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നീ അള്ളാഹുവിന്റെ ഈ ഭൂമിയിലൂടെ നീ യാത്ര ചെയ്യുക. ആ യാത്ര ഒരു ഇബാദത്തും കൂടിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഇതൊരു ഹലാലായ യാത്രയാണ് മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ മനസ്സിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ഒരുവൻ യാത്ര ചെയ്യുന്നത് ഇതും ഹലാലായ യാത്രയാണ്. ഇതും ഒരു ഇബാദത്താണ് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ. നാം മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നൂറാനിയത്തായ ഇൽമു പഠിക്കാൻ, അതായത് പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള യാത്രയും ഇൽമു കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയും ഇതും എന്റെ പ്രിയപ്പെട്ടവരെ ഹലാലായ യാത്രയാണ്. അതിലുപരി ഇതൊക്കെ ഒരു ഇബാദത്തിൽ പെടുന്ന ഒരു യാത്രയുമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, തന്റെ ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഭക്ഷണത്തിന് വേണ്ടി, അതായത് അവരുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന യാത്രകള്, ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന യാത്രകള് ഇതും എന്താണ് ഹലാലായ യാത്രയാണ്. അതിലുപരി ഇതൊരു ഇബാദത്തിന്റെ കൂലിയുമാണ് ഈ യാത്രയിലൂടെ അവന് ലഭിക്കുന്നതെന്ന്. ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അതൊരു യാത്രയല്ലേ.
ആ യാത്രയ്ക്കൊക്കെ വലിയ മഹത്വമുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാം എന്താണ്? വളരെ മഹത്വം കൽപ്പിക്കുന്നുണ്ട്, വളരെ മഹത്വം കൽപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസ് കേട്ടോളിൻ. എന്താണ് അവരുടെ മഹത്വം അള്ളാഹുവിന്റെ അടുക്കൽ? കേട്ടോളിൻ. قال رسول الله صلى الله عليه وسلم ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസു ദഅവാതിൻ മുസ്തജാബാത് ലാ ശക്ക ഫീഹിന്ന ദഅവത്തുൽ മദ്ലൂം വദഅവത്തുൽ മുസാഫിർ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസു ദഅവാതിൻ മുസ്തജാബാത്. 3 വിഭാഗം ആളുകള് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവരുടെ ദുആയെ കൊണ്ടല്ലോ അല്ലാഹുവിന്റെ അടുക്കലും യാതൊരു മറയുമില്ല എന്ന്. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞതാരെയാണെന്നറിയുമോ? ദഅവത്തുൽ മദ്ലൂം, അതായത് ആക്രമിക്കപ്പെട്ടവന്റെ ദുആയുണ്ടല്ലോ. ഏതൊരു മനുഷ്യനാൽ ഒരു വാക്കാലോ കയ്യിനാലോ കയ്യിനാലോ അതായത് കയ്യൂക്കിനാലോ ഏതൊരു മനുഷ്യനാണോ ആക്രമിക്കപ്പെട്ടത്, ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവിനോട് ആക്രമിക്കതരെ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആയിക്കും അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു മറയുമില്ല. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതേ ഹബീബായ തങ്ങള് രണ്ടാമതായി പറയുകയാ, വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരുടെ ദുആയിക്കും ഇജാബത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും മഹത്വം നൽകി. യാത്രക്കാർക്ക് ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ കയ്യൂക്കിനാലും ആ കായിക ബലങ്ങൾ കൊണ്ടും എന്താണ് ഒരു മനുഷ്യൻ എന്താണ് അകാരണമായി മർദ്ദിക്കപ്പെട്ടു. വാക്കിനാലും കയ്യൂക്കിനാലും ഒക്കെ അവൻ എന്താണ് ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യൻ ആക്രമിക്കെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ആ ദുആയിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു മറയുമില്ല, അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഒരു യാത്രക്കാരൻ അള്ളാഹുവിനോട് ദുആ ചെയ്താലും എന്താണ് ആ ദുആയിക്കും അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു മറയുമില്ല, അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ യാത്രക്കാരുടെ മഹത്വം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ യാത്രയൊക്കെ ചെയ്യണം, നമ്മുടെ മനസ്സിനൊക്കെ സമാധാനം, നമ്മുടെ ജീവിതത്തിലെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യണം. പ്രിയപ്പെട്ടവരെ, യാത്ര ചെയ്യുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. എന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ ഒരു വലിയ അത്ഭുതങ്ങളുടെ കലവറയായ ഒരു യാത്രയെക്കുറിച്ച് അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുതങ്ങളുടെ കലവറയായ ഒരു യാത്ര. അള്ളാഹിന്റെ അതെന്തിനാണ് ആ യാത്ര ചെയ്യിപ്പിച്ചതിന്റെ ഉള്ളടക്കം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വിഷമത്തിലും പ്രയാസത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളും അനുഭവിച്ചപ്പോ വളരെ ദുഃഖിതനായി മാനസികമായി തകർന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സമാധാനത്തിന് വേണ്ടി ഒക്കെ അള്ളാഹിന്റെ റസൂലിനെ ഒന്ന് ഉഷാറൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി, പഴയ ഉഷാറൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യിപ്പിച്ച ഒരു യാത്രയാണ് ഇസ്രാ മിഅ്റാജും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല അള്ളാഹു ഒരു മനുഷ്യന് ജീവിതത്തിൽ നൽകുന്ന 3 അനുഗ്രഹങ്ങളുണ്ട്. അതെന്താണെന്നറിയുമോ? നാം മനസ്സിലാക്കണം. അതിലുപരി അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിൽ ലഭിച്ചോ അവൻ ഏറ്റവും വലിയ സമ്പന്നനുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 4 കാര്യങ്ങൾ തെറ്റിപ്പോയതാണ്. പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിൽ ലഭിച്ചോ അവൻ ഏറ്റവും വലിയ സമ്പന്നനുമാണ്, വലിയ സൗഭാഗ്യമാണ്, അവൻ
ഈ ദുനിയാവിൽ അള്ളാഹു നൽകിയിരിക്കുന്നത്. ഏതാണ് ആ 4 കാര്യമെന്നറിയുമോ? കേട്ടോളിൻ. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അർബഅതും മിനസ് സഅദ, 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? അൽ മർഗതു സാലിഹ, ഒരു സാലിഹായ ഒരു ഇണയെ ലഭിക്കലാണ്, ഒരു സാലിഹായ ഒരു പെണ്ണിനെ ഒരു ആണിന് ലഭിക്കലാണ്. ഒരു ആണിന് ഒരു സാലിഹായ പെണ്ണിനെ ലഭിക്കുന്നത് പോലെ തന്നെ ഒരു പെണ്ണിന് സാലിഹായ ഒരു ഭർത്താവിനെ ലഭിക്കലേ അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യമാണ്, അനുഗ്രഹമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, വൽ മസ്ഖനുൽ വാസിഉ, വിശാലതയുള്ള ഒരു വീടുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്, അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? വൽ ജാറു സാലിഹാ, നല്ല അയൽവാസിയെ ലഭിക്കലാണ്, അതും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, അത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്താണ്, അനുഗ്രഹമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? വൽ മർകബുൽ ഹനീഇൻ, അതായത് ശാന്തമായ ഒരു വാഹനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയോ, ഒരു വാഹനം അല്ലാഹു നിനക്ക് നൽകിയോ, ഇതുമുണ്ടല്ലോ ഈ ദുനിയാവിൽ നിനക്ക് ലഭിച്ചെങ്കിൽ നീ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ്, സമ്പന്നനാണ്, അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തമായി ഒരു ഭവനം, സ്വന്തമായി ഒരു വാഹനം, ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണെന്ന്, അത് ഏറ്റവും വലിയ അനുഗ്രഹവുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. ഇവിടെ ഇസ്രാഫ് അല്ല പ്രിയപ്പെട്ടവരെ, ആഡംബരമല്ല ഇവിടെ വേണ്ടത്, പിന്നെയോ മിതത്വമാണ് വേണ്ടത്. നല്ല ഇണയെ, ചെറിയൊരു വാഹനം, ചെറിയൊരു ഭവനം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ മണിമാളികകളോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളോ, BMW, ഓഡിയോ അതുപോലുള്ള വലിയ വാഹനങ്ങളോ അല്ല. ചെറിയൊരു വാഹനം, ചെറിയൊരു ഭവനം, നമുക്ക് താമസിക്കാൻ റാഹത്തായിട്ടുള്ള ഒരു നല്ലൊരു ഇസ്സത്തുള്ള ഒരു ഭവനം, ഇസ്സത്തുള്ള ഒരു ഭാര്യ, ഇസ്സത്തുള്ള ഒരു വാഹനം, നല്ല അയൽവാസികളെ, ഇത് നിന്റെയൊക്കെ ഈ ദുനിയാവിൽ നല്ല രീതിയിൽ ലഭിച്ചോ, നീ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റണം. ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞത് വലിയ മണിമാളികകളോ അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളോ ഉള്ളവനല്ല, പിന്നെയോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇടയിലും ഇല്ലാതായി പോകുന്നതും ഇത് തന്നെയല്ലേ. ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റൂല. നമ്മുടെ അയൽവക്കക്കാരന് ഒരു വലിയൊരു വാഹനമുണ്ട്, വലിയ വീടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി വലിയ ഒരു വീട് എനിക്ക് വെക്കണം എന്നൊരു അത്യാഗ്രഹം വരികയും പിന്നീട് എല്ലാ രീതിയിലും പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കുമാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് നാം മനസ്സിലാക്കുക. അപ്പോൾ നാം മനസ്സിലാക്കണം, ഭവനം എന്നത് ഒരു മനുഷ്യന് ലഭിച്ചെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഭവനം എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം.
ഇവിടെ ഭവനമുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നാം മനസ്സിലാക്കണം. അള്ളാഹു ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണല്ലോ ഭവനം, വീട് എന്നത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകൽ നമ്മുടെ കടമയാണ്. എന്നാൽ ഇന്ന് പല വീടുകളിലും ശൈത്വാനിയത്തിന്റെ ഉപദ്രവങ്ങളും ഷർറുകളും ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പല ഭവനങ്ങളിലും കുടുംബങ്ങൾ തകർന്നടിയുന്നു, മക്കൾ വഴിപിഴച്ചു പോകുന്നു, വീടുകളിൽ ഒരു സമാധാനമില്ലാതാകുന്നു. കാരണം എന്ത്? ഇതൊക്കെ പൈശാചികമായ ഉപദ്രവവും ഷർറുകളും ഉള്ള വീടുകളായതുകൊണ്ടാണ്. ഇതെങ്ങനാണ് ഈ ഷർറുകളെല്ലാം വന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇതിനെല്ലാം ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഇതെല്ലാം ശൈത്വാനിയത്തിന്റെ ഷർറുകളുള്ള വീടുകളിലാണ് ഇങ്ങനെ ഒക്കെ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്. ഇതിനെല്ലാം വഴിയൊരുക്കി വെച്ചത് നാം തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. ഒരു ഉദാഹരണം പറയട്ടെ. ഇന്ന് നമ്മുടെ പരിശുദ്ധമായ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ നമ്മളുടെ ഭവനം, ആ ഭവനത്തിലെ വിശുദ്ധമായ ഖുർആൻ കൊണ്ടോ ഇബാദത്തുകൾ കൊണ്ടോ നമ്മൾ അലങ്കാരപ്പെടുത്തുന്നില്ലല്ലോ. കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പൈശാചികമായ ഉപദ്രവങ്ങൾ ഇങ്ങനെ ഭവനങ്ങളിൽ വരുന്നത്? എന്തുകൊണ്ടാണ് ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ ഒരു ബർക്കത്തില്ലായ്മ, എന്ത് ചെയ്താലും പരാജയപ്പെട്ടു പോകുന്ന, ദുരന്തങ്ങൾ സംഭവിക്കുന്ന എല്ലാം പറഞ്ഞു തരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരേ ഒരു കാര്യം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടിയെങ്കിൽ, ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ വളരെ കഷ്ടപ്പാട് നിങ്ങൾ പെടുകയാണെങ്കിൽ അതിലും നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിയ ഓതി കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഇന്ന് എത്ര ഭവനങ്ങളിൽ അത് പാരായണം ചെയ്യുന്നുണ്ട്, അതിന് മഹത്വം കൽപ്പിക്കുന്നുണ്ട്. നാം ചിന്തിക്കണം. ഇതൊന്നും ചെയ്യാതെ വരുമ്പോൾ എന്താണ്? സ്വാഭാവികമായി അവിടെ ശൈത്താനിയത്തിന്റെ ഷർറുകൾ ഉണ്ടാകും. വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടാത്ത ഭവനങ്ങൾ, ഇബാദത്തുകളും ദിക്റുകളിലും സ്വലാത്തുകളിലുമായി കഴിഞ്ഞുകൂടാത്ത ഭവനങ്ങളിൽ സ്വാഭാവികമായി ശൈത്താനിയത്തിന്റെ ഷർറുകൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവുകയില്ല. എല്ലാം കൊണ്ടും മുഅ്മിനീങ്ങളെ നമുക്ക് പ്രയാസങ്ങളും ദുരന്തങ്ങളും മാത്രമേ വരികയുള്ളൂ, അനർത്ഥങ്ങൾ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഖുർആൻ കൊണ്ട് അലങ്കരിക്കുക. അതല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഖുർആൻ കൊണ്ട് അലങ്കരിച്ചാൽ ആ ഭവനങ്ങളിൽ റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. അവിടെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ശൈത്വാനിയത്തിന്റെ ഷർറുകൾ അവിടുന്ന് മാറും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് ചിലപ്പം ദുഃഖം വരും. സ്വന്തമായി ഭവനമില്ലാത്ത ആളുകൾക്ക്, എന്റെ പ്രിയപ്പെട്ടവർ, ഒരു ദുഃഖം വരുമായിരിക്കും. ഞാനൊന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ ഖുറൈശ് ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ് എന്ന് പറയുന്ന ആ സൂറത്ത് ഏതെങ്കിലും ഒരുവൻ നിത്യമാക്കി കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അവൻ അല്ലാഹു ഭവനം നൽകും. ഇപ്പൊ വീട് പണി തുടങ്ങി, അതിൽ ചില തടസ്സങ്ങൾ കൊണ്ട് അതിങ്ങനെ നിന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ചില ആളുകളുണ്ട്. അവരും സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്യുക. ആ വീട് പണികളെല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തിയാകുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഭവനമില്ലാത്ത പാവപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സമ്പന്നനേക്കാളും ഏറ്റവും അധികം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ അല്ലാഹു തന്നെങ്കിൽ അത് ആഖിറത്തിലെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. അതിനു വേണ്ടിയാണ് ആഖിറം നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നമ്മുടെ ഭവനങ്ങളിൽ വരുന്ന അനർത്ഥങ്ങൾക്കൊക്കെ കാരണം നാം തന്നെയാണ്. പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ്. ഇബാദത്തുകൾ, ദിക്റുകൾ ഇല്ലാത്ത വീടുകളിൽ അതൊക്കെ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരട്ടെ. ഒരു ഹദീസ് കേട്ടോളിൻ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം.
قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഭവനമുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ, നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുതേ എന്ന്, അതായത് കബറിടങ്ങളാക്കരുതേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. കാരണം എന്തെന്നറിയുവോ? ഇവിടെ ഒന്നും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് ഖുബൂറ എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാനൊന്ന് അർത്ഥം വെക്കുകയാണ്. നിങ്ങളുടെ ഭവനങ്ങളെ ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ പ്രേതാലയങ്ങളാക്കരുതേ, നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ പ്രേതാലയങ്ങളാക്കരുതേ, ശവപ്പറമ്പുകളാക്കരുതേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ. കാരണം എന്തെന്നറിയുവോ? സിക്റുകളും സലാത്തുകളും ഖുർആൻ പാരായണവും ഇല്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ, അത് പ്രേതാലയങ്ങളാ, അത് ശ്മശാനങ്ങളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ സ്വലാത്തുകൾ കൊണ്ട് നിങ്ങൾ അലങ്കാരമാക്കണേ. വസല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ പേരില്, എൻ്റെ മേല് നിങ്ങൾ സ്വലാത്തുകൾ ധാരാളമായി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ചൊല്ലണേ. ഫഇന്ന സ്വലാത്തിക്കും, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്തുകൾ ഉണ്ടല്ലോ, തബുലുഗനി, അതെനിക്ക് എത്തുക തന്നെ ചെയ്യുന്നതാ. ഹൈസു കുന്തും, നിങ്ങൾ എവിടെയിരുന്ന് ചൊല്ലിയാലും ആ സ്വലാത്തുകൾ ഉണ്ടല്ലോ അതിന്റെ ഹളറത്തിലേക്ക് എത്തുന്നതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തുകൾ കൊണ്ടും സലാത്തുകൾ കൊണ്ടും ദിക്റുകൾ കൊണ്ടും അദ്കാറുകൾ കൊണ്ടും അലങ്കാരപ്പെടുത്താത്ത വീടുകള് കബറിടങ്ങളാണ്, ശ്മശാനങ്ങളാണ്, പ്രേതാലയങ്ങളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കൂ. ഇനി ചിന്തിക്കുക, നമ്മുടെ ഭവനങ്ങളിൽ ഇന്ന് ശൈത്വാനിയത്തിന്റെ ഷർറുണ്ടാകാനായിട്ട് കാരണം നമ്മൾ തന്നെയല്ലേ? ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് അലങ്കാരപ്പെടുത്തുക. ആ ഭവനങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് തരം വീടുകളെ പരിചയപ്പെടുത്തുകയാണ്, രണ്ട് തരം ഭവനങ്ങളെ പരിചയപ്പെടുത്തി തരുകയാണ്. ഒരു ഹദീസ് കേട്ടോളിൻ. നല്ല വീടും ഇബാദത്തുകൾ കൊണ്ട് അലങ്കാരപ്പെടുത്തുന്ന വീടും അലങ്കാരപ്പെടുത്താത്ത വീടുകളും രണ്ട് തരം ഭവനങ്ങളെ അള്ളാന്റെ റസൂൽ ഉപമിച്ചത് എങ്ങനെയാണെന്നറിയും. ഒരു ഹദീസ് കേട്ടോളിൻ. നബി മൂസാ റളിയല്ലാഹു അൻഹു, മഹാനായ നബി മൂസാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്തി. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, മസലുല്ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഭവനങ്ങളുണ്ടല്ലോ, വീടുകളുണ്ടല്ലോ. എങ്ങനെയാ പ്രിയമുള്ളവരെ അല്ലാഹുവിനെ സ്മരിക്കുന്ന വീടുകൾ എന്നറിയുമോ? ഇബാദത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുന്ന വീടുകളുടെ ഉപമ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മസലുൽ ഹയ്യ്, അത് ജീവനുള്ള നല്ല ഐശ്വര്യമുള്ള വീടാണ്, അത് നല്ല ഭവനമാണ്, നല്ല ഐശ്വര്യമുള്ള ഭവനമാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതായത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന ഭവനങ്ങള് ഇബാദത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ടൊക്കെ അലങ്കാരപ്പെടുത്തുന്ന വീടുകളെ അള്ളാന്റെ റസൂൽ ഉപമിച്ചത് മസലുൽ ഹയ്യ്, അതായത് ജീവനുള്ള നല്ല ഐശ്വര്യമുള്ള ഭവനമെന്നാണ്. അതുകൊണ്ട് സ്ത്രീകളൊക്കെ ഇബാദത്തുകൾ ഭവനങ്ങളിൽ ധാരാളമായി ചെയ്യുക, ഖുർആൻ പാരായണം കൊണ്ട്, അതുപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ ദിക്റുകൾ കൊണ്ട്, തഹ്ലീൽ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ അലങ്കാരപ്പെടുത്തുക. ഇവിടെ പുരുഷന്മാര് മനസ്സിലാക്കണം, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങള് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ നമസ്കരിച്ചിട്ട് മസ്ജിദുകളിലേക്ക്, പള്ളികളിലേക്ക് കടന്നു വരിക. ഇതൊക്കെ കൂലിയുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഭവനങ്ങളെ നമ്മൾ ഐശ്വര്യമുള്ളതാക്കി തീർക്കുക. സ്ത്രീകൾ ജോലി ചെയ്യുമ്പോഴും തൂത്തുവാരുന്ന സമയത്തുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി നിങ്ങൾ ജോലികൾ ചെയ്യുക. 2 കൂലി ലഭിക്കും. ഒന്ന്, നിന്റെ ഭവനം നീ വൃത്തിയാക്കിയതിന്റെ കൂലിയും, അതുപോലെ തന്നെ എന്താണ്, നീ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലിയതിന്റെ പേരിലുള്ള ആ ഒരു കൂലിയും അള്ളാഹു നിനക്ക് നൽകുന്നതാണ്. നാളെ ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് രണ്ടാമത്തെ ഭവനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. വൽ ബൈതില്ലദീ ലാ യുസ്കറുല്ലാഹു ഫീ മസലിൽ മയ്യിത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അള്ളാഹുവിനോടുള്ള പ്രകീർത്തനങ്ങളില്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പോലും സൂറത്തുൽ വാഖിയ പോലും പാരായണം ചെയ്യാതെ സീരിയലുകളുടെയും ഫോൺ വീഡിയോകളിലുമായി കഴിഞ്ഞുകൂടുന്ന പെൺമക്കളെ, പെൺ സഹോദരിമാരെ, അതുപോലെ തന്നെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ മനസ്സിലാക്കണം. വിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഭവനങ്ങളുണ്ടല്ലോ, ദിക്റുകളും തഹ്ലീലുകളും ഇല്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ, ആ ഭവനങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപമിച്ചത് എന്താണെന്നറിയുമോ? മസലുൽ മയ്യിത്തി, അത് ജീവനില്ലാത്ത വീടുകളാണ്, അത് ജീവനില്ലാത്ത ശവങ്ങളുള്ള വീടുകളാണ്, അത് ശവപ്പറമ്പുകളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് മയ്യത്തി, അതെന്താണ്? വൽ മയ്യത്തി, അത് ശവത്തോടാണ് അള്ളാന്റെ റസൂല് ഉപമിച്ചത്. അതുകൊണ്ട് മനസ്സിലാക്കുക, അവിടെ താമസിക്കുമ്പോൾ കുടുംബങ്ങൾ തകർന്നടിയും, മക്കൾ വഴിപിഴച്ചു പോകും. മക്കൾ എന്താണ്, മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കും, അനുസരണക്കേട് കാണിക്കും, പല രീതിയിലും വഴിപിഴച്ചു പോകാനുള്ള കാരണങ്ങളുടെ ഉപഭോക്താക്കളായി മാറും. ഇങ്ങനെയൊക്കെ എന്താണ് പ്രശ്നങ്ങൾ സംഭവിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഖുർആൻ ഓതൽ കൊണ്ടും അനുഗ്രഹീതപൂരിതമാക്കുക. ഖുർആൻ ഓതിയൊക്കെ നിങ്ങൾ അനുഗ്രഹീതപൂരിതമാക്കുക നിങ്ങളുടെ ഭവനങ്ങളെ. ഇനി പൈശാചികമായ ബുദ്ധിമുട്ടുള്ള വീടുകളാണോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാൻ കുറച്ച് വഴികൾ പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യുവെന്ന്. 3 ജുസു അല്ലയുള്ള ബഖറ, ഒരു 10 പേജ് ഒരു ദിവസം ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് 1 ജുസ് തീർക്കാം, അല്ലേ? തീരെ ഓതാൻ മടിയുള്ളവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ദിവസം ഒരു 10 പേജ് ഓതിയിട്ട് പിറ്റേ ദിവസം ഒരു 10 പേജ് ഓതുമ്പോൾ 2 ജുസുവായില്ലേ? ഇതും കൂടി ഓതുകയാണെങ്കിൽ എന്താണ്, 3 ജുസുവായില്ലേ? സൂറത്തുൽ ബഖറ നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഓതി തീർക്കാൻ സാധിക്കത്തില്ലേ? ഇനി അതിനും സാധിച്ചില്ല എങ്കിൽ കേട്ടോളിൻ, ഇത് ബഖറ ഓതുന്ന ഭവനങ്ങളിൽ എന്താണ്, ഈ ഇബ്ലീസ് കടന്നു വരൂല, ശൈത്താൻ വിരണ്ടു ഓടുമെന്ന കേട്ട ഒരു ഹദീസ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ കബറിടങ്ങളാക്കരുതേ, ശ്മശാനങ്ങളാക്കരുതേ, പ്രേതാലയങ്ങളാക്കരുതേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ. എന്നിട്ട്
എന്നിട്ട് അള്ളാന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അള്ളാന്റെ റസൂൽ പറയുകയാ, തീർച്ചയായും സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് ഇബ്ലീസ് യൻഫിറു വിരണ്ടോടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂല് പറയുകയാണ്, സൂറത്തുൽ ബഖറ ഓതുന്ന ഭവനങ്ങളിൽ ശൈത്താൻ യൻഫിറു അവൻ വിരണ്ടോടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. മറ്റൊരു റിവായത്തിൽ കാണാം അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് ബഖറ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബഖറയുടെ അവസാനത്തെ ഒരു പേജിൽ ഒറ്റ ആയത്തുണ്ടല്ലോ, ആ ഒരൊറ്റ ആയത്ത് ഒരു പേജാണ്. ആ ഒരു ആയത്ത് ഓതിയാലും മതി. അത് ഓതിയുന്ന വീടുകളിൽ, അത് ഓതുന്ന ഭവനങ്ങളിൽ എന്താണ്, ഇബ്ലീസിന്റെ ഷർറ് ഉണ്ടാവുകയില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഭവനങ്ങളിൽ ഖുർആൻ ഓതൽ കൊണ്ട് 2 കൂലി നിനക്ക് ലഭിക്കും. ഒന്ന്, തന്റെ വീടുകളിൽ ഭവനങ്ങളിൽ ഐശ്വര്യം ലഭിക്കുകയും നിന്റെ ജീവിതത്തിലും ബർക്കത്തുണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ശൈത്താനിനെ ഓടിക്കാൻ ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ, കേട്ടോളിൻ. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുകയെങ്കിൽ പൈശാചികമായിട്ടുള്ള ഷർറുകൾ മാറുന്നതാണ്. എന്ത്? കേട്ടോ, ഒരു ഹദീസ്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ, അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാം. ഇദാ ദഖല റജുലു ബൈതഹു, ഏതൊരുവനാണോ തന്റെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ഫദകറല്ലാഹ ഇൻദ ദുഖൂലിഹി വ ഇൻദ തുആമിഹി, ആ പ്രവേശിക്കുന്ന സമയത്തും അവൻ തന്റെ ഭവനത്തിൽ ആഹാരം കഴിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനെ അവൻ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഖാല ശൈത്താനു, അന്നേരം ശൈത്താനുണ്ടല്ലോ പറയുമത്രേ തന്റെ അനുയായികളോട് പറയുകയാ, ലാ മബീത ലകും വലാ ഷാ, നിങ്ങൾക്ക് ഇന്നിവിടെയുണ്ടല്ലോ താമസമിടമോ രാത്രി ഭക്ഷണമോ ഇല്ല എന്ന് ശൈത്താനുണ്ടല്ലോ തന്റെ അനുയായികളോട് പറയുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ തീർന്നില്ല പ്രിയമുള്ളവരെ. പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, വൈദാ ദഖല ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലിഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇനി ഏതൊരുവനാണോ തന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്ന വേളയില് ആ സന്ദർഭത്തിലുണ്ടല്ലോ അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ അള്ളാന്റെ റസൂല് പറയുകയാണ്, ഖാല ശൈത്താനു, ശൈത്താൻ തന്റെ അനുയായികളോട് പറയുമത്രേ, അദ്റഖതുമുൽ മബീൻ, നിങ്ങൾക്ക് രാത്രി താമസിക്കാൻ ഇടം കിട്ടിയിരിക്കുന്നു. മാത്രമല്ല അള്ളാന്റെ റസൂല് പിന്നെയും അവിടുന്ന് പറയുകയാം, ഇനി അവൻ തന്റെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ല എങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാ, ഖാല ശൈത്താന് പറയുമത്രേ തന്റെ അനുയായികളോട് പറയുന്നതാ, അദ്റഖതുമുൽ മബീത വൽ അശാ, നിങ്ങൾക്ക് രാത്രി താമസിക്കുവാനും രാത്രി ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു എന്ന് ശൈത്താൻ തന്റെ അനുയായികളോട് വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂല് പറയുക. അതുകൊണ്ട് നാം നമ്മുടെ ഭവനങ്ങളിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തന്ന നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോഴും പ്രവേശിക്കുമ്പോഴും എല്ലാം അള്ളാഹുവിന്റെ സ്മരണയിലായി പുറപ്പെടുകയും പ്രവേശിക്കുകയും ചെയ്യുക. അതിന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദുആകൾ നാം പതിവാക്കുക. നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും പ്രവേശിക്കുമ്പോഴും എല്ലാം നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ദുആകൾ അത് നമ്മൾ പാരായണം ചെയ്തുക. അങ്ങനെ അള്ളാഹുവിന്റെ സ്മരണയിലായി
നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും പ്രവേശിക്കുമ്പോഴും നാം ചെയ്താൽ, ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഭവനത്തിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്തും അള്ളാഹുവിന്റെ സ്മരണയുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ശൈത്താൻ ഇറങ്ങി ഓടുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ അവൻ പാർപ്പിടവും ഭക്ഷണവും എല്ലാം കൊണ്ട് അവൻ താമസിക്കുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഇബ്ലീസിന്റെ ശർറുണ്ടാവുകയില്ല. എങ്ങനെ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ സ്മരണകളിലായി നമ്മൾ ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ പുറപ്പെടുമ്പോഴും പ്രവേശിക്കുമ്പോഴും ചെയ്താൽ നമ്മുടെ ഭവനങ്ങളിൽ ഇബ്ലീസിന്റെ ശർറുണ്ടാവുകയില്ല. ഇനി ഭവനത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ മറ്റൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കുക, പറഞ്ഞു തരട്ടെ. നമ്മുടെ ഭവനം നാം പണിയുമ്പോൾ ഹലാലായ സമ്പാദ്യം കൊണ്ടായിരിക്കുക. പലിശയുമായി ബന്ധപ്പെട്ട് ലോൺ എടുത്തും ഒന്നും നാം നമ്മുടെ ഭവനം പണിയരുത് മുഅ്മിനീങ്ങളെ. അവിടെ ആ ഭവനത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു ബർക്കത്തും ഉണ്ടാവുകയില്ല. കാരണം പലിശയല്ലേ, ഹറാമായ സമ്പത്തല്ലേ, നാം മനസ്സിലാക്കണം. അങ്ങനെ അവിടുന്ന് ഹഫളത്തിന്റെ മാലാകമാര് പോലും അവിടെ വരികയില്ല. പിന്നെ അനർത്ഥങ്ങളല്ലേ സംഭവിക്കുന്നത്. ഹഫളത്തിന്റെ മാലാകമാർ ആരാണെന്നറിയുമോ? നാം മനസ്സിലാക്കണം. ഈ ദുനിയാവിലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ദുരന്തങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു വിഭാഗം മലക്കുകളെ ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. അവർക്ക് പറയുന്ന പേരാണ് ഹഫളത്തിന്റെ മാലാകമാര്. ആ ഹഫളത്തിന്റെ മാലാകമാര് നമ്മൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് സമ്പാദിച്ച ഭവനങ്ങളിലേക്ക് വരുവോ? നാം ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. ലോൺ എടുത്തുകൊണ്ട് പണിത പലിശയുമായി ബന്ധപ്പെട്ട രീതിയിൽ നാം നമ്മുടെ ഭവനം പണിയുമ്പോൾ അവിടെ മുഅ്മിനീങ്ങളെ ഹഫളത്തിന്റെ മാലാകമാര് വരുവോ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ദുരന്തങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം വരും. നമ്മുടെ മക്കൾ അനുസരണ കെട്ടുപോകും, വഴിതെറ്റിപ്പോകും. പിശാചിന്റെ വാതിൽ തുറക്കുമ്പോൾ പിശാച് അവരുടെ മുമ്പിൽ മോശമായ വാതിലുകൾ തുറന്നു കൊടുക്കും. അതിലൂടെ നമ്മുടെ മക്കളെല്ലാം വഴിപിഴച്ചു പോകാൻ കാരണമാകും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. ആ ഭവനത്തിൽ എന്തിനേറെ പറയണം, ആ ഭവനത്തിൽ നമസ്കരിച്ചാൽ, ഇബാദത്തുകൾ ചെയ്താൽ, ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമോ? നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹറാമായ സമ്പാദ്യം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭവനം പണിയരുതേ. അങ്ങനെ പണിതാൽ എന്താണ്? ആ ഭവനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ദുആയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല, ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല, നമസ്കാരങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല. പലിശയുമായി ബന്ധപ്പെട്ട രീതിയിലൊന്നും നാം നമ്മുടെ ഭവനങ്ങളെ നമ്മൾ പണിയരുത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം ഭവനങ്ങൾ പണിയുമ്പോൾ ഒരു ഇസ്റാഫ്, ഒരു ധൂർത്തടി കാണിക്കാതിരിക്കുക. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ധൂർത്തടിയാണ്, ഇസ്റാഫ് കാണിക്കലാണ്. ഇന്നത്തെ വീട് പണികളിലും ഭവനം പണിയുന്ന വിഷയങ്ങളിലെല്ലാം നാം ധൂർത്ത് കാണിക്കുമ്പോഴെല്ലാം നാം മനസ്സിലാക്കണം, അപ്പോൾ നമ്മൾ കൂടുതലായി ഹറാമിലേക്കല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ ഉള്ള സമ്പാദ്യം കൊണ്ട് നല്ലൊരു ഭവനം നാം പണിയുക, അതിൽ ബർക്കത്തുണ്ടാകും. കാരണം നമുക്ക് നമ്മുടെ ഭവനം എന്നത് വിശ്രമിക്കാനുള്ളതാണ്. നമ്മുടെ ഭവനങ്ങൾ അതിൽ ധൂർത്ത് ഇസ്രാഫ് കാണിക്കാതിരിക്കുക. എങ്കിലേ നമുക്ക് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ, വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഭവനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഭവനം? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഭവനത്തെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളെ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രമാക്കി നൽകിയില്ലയോ? ഈ വിശ്രമ കേന്ദ്രമാക്കിയാണ് നമ്മുടെ ഭവനങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിന്ന് വിശ്രമിക്കണമെങ്കിൽ സമാധാനം നിറഞ്ഞ അന്തരീക്ഷവും സ്ഥലത്തുമാണെങ്കിലല്ലേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഭവനങ്ങളും അതാണ്, നിർഭയത്വത്തിന്റെ കേന്ദ്രമാകണം, അതായത് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. അതിനെ നമ്മൾ ഹറാമായ പലിശയുമായി ബന്ധപ്പെട്ട രീതിയിലൊന്നും ഭവനങ്ങൾ പണിയരുത്. അങ്ങനെയൊക്കെ നമ്മൾ പണിയാതെ സൂക്ഷ്മത പാലിക്കുമ്പോഴേ ഇങ്ങനെ സമാധാനത്തോടെ വിശ്രമിക്കാൻ പറ്റുന്ന ഭവനമായി നമ്മുടെ ഭവനങ്ങൾ മാറുകയുള്ളൂ. അതിന് നമ്മുടെ സമ്പാദ്യം ഹലാലാകണം, നല്ല സമ്പാദ്യമാകണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, കേട്ടോളിൻ. നാം ഇന്ന് വീട് കൂടാൻ തീരുമാനിച്ചാൽ അതിന് പ്രഭാത സമയം നാം തെരഞ്ഞെടുക്കുക. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായി തന്റെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ
ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എന്ത് കാര്യം നാം ചെയ്യാൻ തുടങ്ങുമ്പോഴും പ്രഭാതത്തിലാവുക, അതിൽ ബറക്കത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, വീട് കൂടൽ ചടങ്ങിൽ ഇസ്ലാമിലുണ്ടോ, അല്ലെങ്കിൽ നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തെങ്കിലും നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തടസ്സം പറഞ്ഞിട്ടുണ്ടോ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ഒരാൾക്കൊരു ഖൈറ് ഉണ്ടാകുകയാണെങ്കിൽ അതിലൂടെ, അത് നിങ്ങൾ നന്മയായ കാര്യങ്ങളിലൂടെ ഒരാൾക്ക് ഖൈർ ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് അത് ചെയ്യാനല്ലേ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കൽപ്പിച്ചിരിക്കുന്നത്? അതിനേക്കാൾ ഉപരി നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, അത്വഇമു ത്വആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നല്ലേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഒരുവന് ഭക്ഷണം കൊടുക്കുന്നതിലുപരി വലിയ നന്മകൾ ഈ ഭൂലോകത്തുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം ചിന്തിക്കണം. അതിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരക്കയുടെ കീറെങ്കിലും കൊടുത്ത് നിങ്ങൾ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നാം പുതിയ ഒരു ഭവനം നാം പണിയുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നാം നല്ല നീയത്തോടുകൂടി കുറച്ച് പാവപ്പെട്ടവർക്ക്, അയൽവക്കക്കാർക്കും നമ്മുടെ കുടുംബക്കാർക്കും ഒക്കെ ഒരു ഇസ്രാഫ് ഇല്ലാത്ത രീതിയിൽ നാം ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ കയറുമ്പോൾ അതല്ലേ സന്തോഷകരമായ നിമിഷം, അതല്ലേ ബറക്കത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ല സ്വന്തമായ ഒരു ഭവനം എന്നത്. ആ ഭവനത്തിൽ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് കയറുമ്പോൾ അതിന്റെ ബറക്കത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവുകയില്ലേ? ഇവിടെ നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നാം നല്ല നിയത്തോടെ വീട് കയറുമ്പോൾ നല്ല നിയത്തോടുകൂടി നാം വീട് കയറുക. അതിൽ എന്താണ്, ബറക്കത്തിന് വേണ്ടി ഒരു യാസീനൊക്കെ ഓതി, ഒരു മൗലൂദൊക്കെ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറുക. അതിൽ ബറക്കത്തുണ്ട് പ്രിയപ്പെട്ടവരെ. നന്മ ചെയ്യുന്നതിൽ ശൈത്താനിന്റെ പണി നാം കാണിക്കരുത്. ഇതെല്ലാം ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് നാം തള്ളിക്കളയരുത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഹദീസുകളൊന്നും നാം മറന്നു പോകരുത്. ചില ആളുകളൊക്കെ സ്വന്തമായി അഭിപ്രായം പറയുകയാണ്. ഒരിക്കലും നാം നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചല്ല നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധമായി ദീനിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അള്ളാഹു മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന, അള്ളാഹു എന്നിട്ട് നാളെ ആഖിറത്തിലെ സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജരിതരായ അടിമകളിൽ അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.